അനുഗ്രഹത്തെ ശാപമാക്കി തീർക്കരുത്. ആവർത്തനം 30-ാം അധ്യായം 1 മുതൽ 20 വരെ. ധ്യാനത്തിനായിട്ട് 19-ാം വാക്യം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ദീർഘായുസ്, പ്രതിഭാശാലികളായ മക്കൾ ഇവയെല്ലാം ദൈവാനുഗ്രഹങ്ങളായിട്ടത്ര എല്ലാവരും കരുതുന്നത്. അങ്ങനെയെങ്കിൽ ധനനാശം, ബിസിനസ്സിലുള്ള പരാജയം, മന്ദബുദ്ധികളായ മക്കൾ ഇവയൊക്കെ ഭാഗ്യദോഷമെന്നോ ദൈവശാപമെന്നോ വേണമല്ലോ കണക്കാക്കുവാൻ. കോടികളുടെ ലോട്ടറി കിട്ടുകയും മക്കൾ ഉയർന്ന റാങ്കോടുകൂടി പരീക്ഷയിൽ ജയിക്കുകയും തൊടുന്നതെല്ലാം വിജയത്തിൽ കലാശിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ഒരാളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും പറയും. മനുഷ്യജീവിതത്തിൻ്റെ 2 മുഖങ്ങളാണ് നല്ല കാലവും ചീത്തകാലവും എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് അവ രണ്ടും. എല്ലാം ദൈവാനുഗ്രഹങ്ങൾ തന്നെയാണ്. ഇരുളും വെളിച്ചവും പോലെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഇവ രണ്ടും ആവശ്യമാണ്. അനുഗ്രഹത്തെ ശാപമാക്കി തീർക്കുവാനും ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുവാനും മനുഷ്യന് കഴിയും. നമ്മിലേറിയ പങ്കും അനുഗ്രഹത്തെ ശാപമാക്കി തീർക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർക്ക് എന്തെല്ലാം ഐശ്വര്യമുണ്ടായാലും മനസ്സിന് സ്വസ്ഥത കാണുകയില്ല. അവർക്ക് ഉറങ്ങണമെങ്കിൽ ഉറക്കഗുളിക വേണം. നേരെ മറിച്ച് ശാപത്തെ അനുഗ്രഹമാക്കുന്നവർ ന്യൂനപക്ഷമാണ്. അങ്ങനെയുള്ളവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് ബിതോവനും മിൽട്ടനും ബനിയനുമെല്ലാം. ബിതോവൻ ബധിരനായിരുന്നു, മിൽട്ടൻ അന്ധനും. ബനിയൻ കാരാഗ്രഹവാസിയുമായിരുന്നു. ലോകം ശാപമായി എണ്ണുന്നവയെ അവർ അനുഗ്രഹമാക്കി തീർത്തു. ബധിരനായ ബിതോവൻ വിസ്തൃതനായ ഗാനരചിതമായി തീർന്നു. അതുപോലെ മിൽട്ടനും ബനിയനും വിശ്വോത്തരങ്ങളായ സാഹിത്യ സംഭാവനകൾ മനുഷ്യരാശിക്ക് നൽകി. അങ്ങനെ അവർ ചിരസ്മരണീയരായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് അവർക്കിത് സാധിച്ചത്? അഗ്നിലോക പ്രശസ്തനായ മൈക്കലാഞ്ചലോയുടെ ജീവിതത്തിലെ ഒരു സംഭവകഥ ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഒരിക്കൽ അദ്ദേഹം പ്രതിമകൾ നിർമ്മിക്കുന്നതിനായി റോമിലേക്ക് പോയി. അദ്ദേഹത്തെ പോലെ തന്നെ വേറെ പല സുപ്രസിദ്ധ കലാകാരന്മാരും നേരത്തെ റോമിലെത്തിയിരുന്നു. വന്നവർ ഏറ്റവും നല്ല മാർബിൾ ശിലകൾ നോക്കി തിരഞ്ഞെടുത്ത് പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ചെന്ന മൈക്കലാഞ്ചലോയ്ക്ക് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു മാർബിൾ ശിലയാണ് കിട്ടിയത്. അദ്ദേഹം നിരാശനാകാതെ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. അതിൻ്റെ കുറവുകൾ ഓരോന്നും അദ്ദേഹം ശ്രദ്ധാപൂർവം പരിശോധിച്ചു. ആ കുറവുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ക്ഷമയോടെ ഇരുന്ന് ആലോചിച്ചു. ഒടുവിൽ ആ മാർബിൾ കല്ലിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗം ഒരു പ്രതിമാ ശില്പത്തിൻ്റെ കുനിഞ്ഞിരിക്കുന്ന ശിരസ്സായും നീണ്ടിരിക്കുന്ന ഭാഗം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈയായും നിർമ്മിക്കാമെന്ന് ആ വിശ്വോത്തര കലാകാരൻ തീരുമാനിച്ചു. എന്തിന് തൻ്റെ ഭാവനയിൽ രൂപം കൊണ്ട ആ പ്രതിമാശില്പം അദ്ദേഹം കൊത്തിയെടുത്തു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നായ ഭാരനായ ദാവീദ് എന്ന പ്രതിമാശില്പം ജന്മമെടുത്തത് ഇങ്ങനെയാണ്. നിരവധി പരിമിതികളും പരാജയങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഭാഗ്യദോഷങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ അവകൾ ഉപയോഗിച്ച് മഹത്തായ ജീവിതശില്പം നിർമ്മിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് മറന്നുകൂടാ. വളരെയധികം ക്ഷമയും ശ്രദ്ധയും ശുഭാപ്തി വിശ്വാസവും ഭാവനയും അതിനാവശ്യമാണ്. നാം അനുഗ്രഹങ്ങളെന്ന് വിചാരിക്കുന്നവ ആയിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തെ മഹത്തരമാക്കി തീർക്കുന്നത്. ശാപമായി കരുതിയിരുന്ന ജീവിത സംഭവങ്ങളെ നിത്യമായ ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഉപകാരികളായി തീർക്കുവാനുള്ള മാർഗം ചൂണ്ടിക്കാണിച്ചു തരുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നുമല്ല. ഓർക്കണമേ, മനുഷ്യൻ പ്രകൃതിയെ ജയിക്കാനായി ജനിച്ചവനാണ്, അതിനെ അനുഭവിക്കാനായി ജനിച്ചവനല്ല. 1 പത്രോസ് 4:1. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.